നമസ്കാരം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഒറ്റ തത്വത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. അതാണ് സീറോ വൺ എന്ന് പറയുന്ന തത്വം. സീറോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന, കുത്തിക്കയറി നിൽക്കുന്ന, നമ്മുടെ ഉള്ളിൽ എന്താണോ കുത്തിക്കയറി നിൽക്കുന്നത് അത് തന്നെയാണ് സർവത്തിലും കുത്തിക്കയറി നിൽക്കുന്നത്. അതിൽ ഒന്നുണ്ടാക്കുന്നു. ഒന്ന് എന്ന് പറഞ്ഞാൽ സ്പന്ദനമാണ്. സീറോ എന്ന് പറഞ്ഞാൽ ഈ പൂരിത നിശ്ചലത, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പൊട്ടൻസിയാണ്. അത് പൊട്ടൻ്റാണ്. നിശ്ചലത എന്ന് പറഞ്ഞാൽ അത് ജീവൻ തന്നെയാണ്. കാരണം അതിലാണ് ഈ സ്പന്ദനങ്ങൾ നടക്കുന്നത്. നമ്മുടെ കൺസെപ്റ്റിലുള്ള ജീവനേ അല്ല ജീവൻ എന്ന് പറയുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്പന്ദനവും ജീവനാണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇതിനെ നമ്മൾ ബോഡീനെ സ്പന്ദനത്തിലേക്ക് മാറ്റിയാൽ ഈ അഞ്ചെണ്ണത്തിൻ്റെ ഒരു സ്പന്ദന കൂട്ടായ്മയാണ് ഈ ശരീരം തന്നെ. ഓരോ സ്പന്ദനവും ജീവനാണ്. അങ്ങനെ ഇരിക്കെ നമ്മളിനി ചന്ദ്രനിലോ വേറെ എവിടെയെങ്കിലും പിന്നെ ജീവനുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നത് എന്ത് മണ്ടത്തരാണ്. നമ്മളാ ഈ കോസ്മോസിൽ തന്നെയാണ് ഈ ജീവനുള്ളത്. അതിന് നമ്മളും ഈ ആകമാനം വ്യാപിച്ചിരിക്കുന്ന കോസ്മോസിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. വേറൊരു കോസ്മോസ് ഇല്ല. ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നൽ. ഡയമെൻഷൻലെസ് ആയിട്ടുള്ള നമ്മളൊരു 360 ഡിഗ്രിയിലേക്ക് നമ്മുടെ വ്യൂ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാണ്. ഒന്നിൻ്റെ, അതായത് ഒരു സാന്ദ്രക്കട്ടയിലാണ് മൊത്തം നിൽക്കുന്നത്. സൂര്യനിലുള്ള ഒരു സ്പന്ദനവും നമ്മുടെ ബോഡിയിലുള്ള സ്പന്ദനവും എല്ലാം ഒന്നാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമായ തത്വം ഇതിലുള്ളൂ. ഇത് വളരെ കൃത്യമായി വേദാന്തം വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച ആൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് പ്രഖ്യാപിക്കാത്തതാണ്. ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രനിൽ പോകേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ പോകും അല്ലേ? ഇവിടെ എന്താണോ ഉള്ളത് അവിടെ ഈ പ്രപഞ്ചത്തിൽ മൊത്തം ഉള്ളൂ. നമ്മൾ ഓരോരാളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. നമ്മളിൽ നടക്കുന്ന അതേ സംഭവമാണ് വെള്ളത്തിലും ഉള്ളത്. അപ്പോൾ നമ്മളിൽ എങ്ങനെയാണോ കരയിൽ ജീവൻ ഉണ്ടായിന് അതേ പ്രോസസ്സിലൂടെയാണ് കടലിലും ഉണ്ടായിന്. അവിടെ വേറെ ഉണ്ടായി ഇങ്ങോട്ട് ജീവൻ വന്നതൊന്നുമല്ല. ഓക്കെ, താങ്ക് യു.